ഹായ് ഗൈസ് ഐ ആം പിൻ ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആക്ഷൻ പ്രിൻസ് ധ്രുവ് സർജയുടെ മാർട്ടിൻ എന്ന് പറയുന്ന സിനിമയുടെ റിയാക്ഷനുമായിട്ടാണ്. ആക്ഷൻ പ്രിൻസ് അത് നമ്മുടെ ആക്ഷൻ കിങ് അർജുനില്ലേ, പുള്ളിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. പുള്ളിയുടെ അനന്തരവനോ ആരും ആണ് ഇങ്ങേര്, അങ്ങനെ പേരായിരിക്കും. സിനിമ തുടങ്ങുമ്പോ കുറെ പേരുടെ കണ്ണിന് വെടി വെച്ചിട്ട് കൊന്നങ്ങോട്ട് ഇട്ടേക്കാ. എന്നിട്ട് ഈ മൊട്ട പറയാ ഇനിയും കുറെ ന്യൂസ് വരുന്നു നമുക്ക് അറിഞ്ഞൂടെ, എല്ലാ ദിവസം വരുന്നല്ലേ. അതിനുശേഷം പാകിസ്ഥാനിലെ ബാഡ് കൈനെ കാണിക്കും. അതാരാണത്? പിന്നെ വെടിയോട് വെടി. ലാസ്റ്റ് ആ ബാഡ് കൈനെ ആരോ വെടി വെച്ചിട്ട് അയാൾ താഴേക്ക് ഇവിടെ വീഴും. അത്രയും ഹൈറ്റ് ചെയ്യുന്ന മെറ്റലിലേക്ക് വീണിട്ടും പുള്ളിക്കൊന്നും പറ്റിയില്ല. അങ്ങനെ പുള്ളിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ഈ ബുള്ളറ്റ് എടുത്തിട്ട് എന്തിനാണ് ഈ വൈൻ ബോട്ടിന്റെ ഗ്ലാസ്സിൽ ഇടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിനക്ക് മനസ്സിലായിണ്ടോ? പിന്നെ അങ്ങ് USA ഒരു ബാക്ക് കാണിക്കും. ഇതല്ല അത് ആരാണ് അയാൾ? ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഡ്രസ് പോലും മാറാണ്ട് ഇയാൾ വിളിച്ചിട്ട് പറയാണ് അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ട്. അത് ഏത് ഇഞ്ചക്ഷൻ? അനസ്തേഷ്യ. അനസ്തേഷ്യ എന്ന് പറഞ്ഞ ബോധം കെടുത്താനുള്ള ഇഞ്ചക്ഷൻ ആടാ. ഇത് അനമനീഷ്യ ആയിരിക്കും. അമിനീഷ്യ. എടോ താൻ എവിടെ നിന്നാണോ MBBS പഠിച്ച? കഴുത്തിനിട്ട് ഇങ്ങനെയാണോ ഇഞ്ചക്ഷൻ കുത്തുന്നത്? അതിനുശേഷം പാകിസ്ഥാനിൽ ഒരു ജയിൽ കാണിക്കും. എല്ലാരും കിടന്ന് ഓടാണ്. എന്തിനാണ് ഇവരൊക്കെ ഓടുന്നത്? എന്താണ് സംഭവം? ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരൂ. കോൺഫിഡൻഷ്യൽ പറഞ്ഞ പാകിസ്ഥാനിലെ ജയിലിൽ മൊത്തം തമിഴന്മാരാ. ഇതെന്താ വിനയന്റെ വാറല്ലോ? എന്താന്നറിയോ, മറ്റേ ലവനെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനുള്ള ബിൽഡപ്പാ. ഓ നമ്മുടെ വെടി കൊണ്ട് ആശുപത്രി കിടക്കുന്നപ്പോ വയലന്റ് ആണെന്ന്. അങ്ങനെ ബോധം കെട്ട് മയങ്ങി കിടക്കുന്ന ലവന് ഓർമ്മ വെക്കുമ്പോ അവൻ അവിടെ ഉള്ളവരൊക്കെ അങ്ങോട്ട് ഇടിച്ചിടും. ബിൽഡപ്പ് എന്നാ അവനെ ഒന്ന് കാണണല്ലോ. ഇയാൾക്ക് കണ്ണിക്കേടുണ്ടാ? എനിക്ക് എന്റെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരൻ അതാ ഇയാളുടെ തള്ളു മൂപ്പനാ. അങ്ങനെ ഈ മുതലിനൊന്ന് കാണാൻ പറ്റി. നീ ഇവിടെ കിടന്ന് ഉറങ്ങിയ ആരെ കൂർക്കം വലിക്കണേ? നീ കൂർക്കം വലി. എടാ ഇവന്റെ ആളാ. എന്നാലും ഇവൻ എന്തിനാടാ ഇങ്ങനെ ഒച്ചെടുക്കണേ? അങ്ങനെ ലാസ്റ്റ് ആ ജയിലിലെ ആള് പറയും, ഒരു ഇന്ത്യക്കാരന് ഇവിടെ ഒന്ന് ഷോറൊക്കെ അവന് ഇത്രയും ബിൽഡപ്പ് ഇട്ടേ, ഇതെനിക്ക് സഹിക്കില്ല, അവൻ അങ്ങോട്ട് കൊന്നേക്കി. അപ്പൊ കൊല്ലാൻ വേണ്ടി കുറെ ആൾക്കാർ വരും. കുളിസീന ഇവരൊക്കെ ഡ്രസ് ഇട്ടിട്ടാണോടാ കുളിക്കാൻ പോണേ? എടാ മരത്തലയാ, തോർത്തെടുക്കാനാണോ നീ കുളിക്കാൻ വരുന്നേ? ഇത് തലയാ, അത് അലുമിനിയം കൂടാ. എന്തിനാണ് ഇവരൊക്കെ കാണിക്കുന്നത്? ഡയലോഗ് ഇടി തുടങ്ങിയപ്പോ ഇവന്റെ കാലിന്റെ ചുണ്ട് മാറി. ഇത്ര നേരം വേച്ച് വെച്ചാണല്ലോ നടന്നേ. പിന്നെ കുതിര ഇടി. ഇടിക്കാൻ വന്ന താടിക്കാരൻ ബിലേക്ക് ഈ ചേട്ടൻ എന്നോടാണ് ചോദിക്കണേ, എടാ നീ ആരാന്ന് നിനക്കറിഞ്ഞൂടാ? പിന്നെ കറങ്ങിയിടി. അങ്ങനെ ഇവൻ അറിയണ എല്ലാ ഭാഷയിലും ആരാണ് ഞാൻ എന്ന് ചോദിച്ചു നടക്കും. പക്ഷെ ആരും പറഞ്ഞു കൊടുക്കില്ല. എന്താടാ തലയോട്ടി ഇരുമ്പോണ്ടാണ് ഉണ്ടാക്കിയണേ? ഉറങ്ങാൻ പോണാ. ആദ്യം വിട്ടവരൊക്കെ തോറ്റു മടങ്ങിയതുകൊണ്ട് പോലീസുകാരും പറയും അടുത്ത ആൾക്ക്. ഇതാരാ കോഴി മസിലൊക്കെ വെച്ച് വരുന്നേ? என்னோட கோபத்தை இந்த ஜெயின் பூட்டி வச்சிருந்தது. ആണോ? ഓഹോ, அதை திறக்கிற சாவி நீதாடா. അത് കൊള്ളാലാ. எனக்கு ഒരത്ത വേണം. എന്റെ പൊന്നെണ്ണ കണ്ണിൽ നോക്കണ്ട, കണ്ണിക്കേട് വരും. പിന്നെ 2 ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും. ഇവൻ കണ്ണ് തുറന്നാണ് ഇനി ഉറങ്ങണേ. കൂർക്കം വലിക്കിട്ടില്ല നന്നായിട്ട്. യോഗ ചെയ്യാണോ ചേട്ടാ?
പെട്ടെന്ന് തമാശ. പിന്നെ കറക്കിയടി, ഡിസ്കസ് ത്രോ അടി, സിമ്പിൾ അടി. ഇതെന്താണ് WWEO? സ്മോക്കാ? എന്തുവാണ് ഈ എക്സ്പ്രഷൻ? അത് കഴിയുമ്പോ നമ്മുടെ അതിശയനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കൊണ്ടുപോകും. ഇവന് പട്ടിയുടെ കിഡ്നിയാണ് വെച്ചേണെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. പോലീസുകാരൻ ഡോക്ടർ അല്ലേ, ഞാൻ ഇവിടെ സിഗരറ്റും കൂടി കൊടുക്കാം. സിഗരറ്റ് മാത്രം കൊടുക്കണല്ലോ, മുറുക്കാനും കൊടുത്തു അതിന്റെ അടുത്ത്. இதை யார் ஷூட் பண்ணாங்கன்னு ஞாபகப்படுத்தி சொல்றீங்க? ഓക്കെ ശരി. ബുള്ളറ്റ് നോക്കി എങ്ങനെയാ മനസ്സിലാവണേ? വെടിവെച്ച തോക്കല്ലേ നോക്കണ്ടേ? ஒன்னு பிரெயின் சீஜர் ட்ரக், இன்னொன்னு ஹை டோசஸ் ஆஃப் ட்ராங்குலைசர்ஸ். அதனால தான் இவரோட மெமரி லாஸ் ஆயிருக்கு. അതാണ് ഇപ്പൊ ഓർമ്മയില്ലാത്തത്. ഞങ്ങൾ നേരത്തെ അറിഞ്ഞോട്ടോ, നിങ്ങൾ പറയുള്ളൂ. ஒரு யானைக்கு இவ்ளோ டோசேஜ் கொடுத்திருந்தா அரை மணி நேரத்துல மயங்கி விழுந்திருக்கும். ശിവം വീണില്ല, which means ഇവൻ ആനേക്കാളും ശക്തിശാലിയാണ്. இவனுக்கு மட்டும் ஏன் எஃபெக்ட் ஆகல? இட்ஸ் a miracle. What a medical miracle. ഞാൻ വിചാരിച്ചു ചന്ദനമഴയിൽ മാത്രം മെഡിക്കൽ മിറാക്കിൾ ഉള്ളൂ, പക്ഷേ ഈ സിനിമയിലും ഫുൾ മെഡിക്കൽ മിറാക്കിൾ ആണ്. அந்த ட்ரக் இவன் பாடியில இருக்கிற வரைக்கும் இவனால பெயினை கூட உணர முடியாது. ഓ പെയിനും വരില്ല. എന്നാ ഒരു ഇഞ്ചക്ഷൻ എനിക്ക് കൊടുക്കണം. ഡോക്ടർ ദൈവമേ എന്നെ രക്ഷിക്കണേ. ഡോക്ടർ വെടിവെച്ച് കൊല്ലണം അവനെ. അല്ല അപ്പൊ പേഷ്യന്റ് അല്ലേ? പേഷ്യന്റ് മണ്ണാകട്ടെ, എന്നെ കൊല്ലാൻ വരുമ്പോഴാണോ പേഷ്യന്റ്? മാസി ഡോക്ടറിന്റെ. എന്നാൽ ഈ ഡോക്ടറിന്റെ റൂമിൽ ആരാണ് സിലിണ്ടർ കൊണ്ട് വെച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? എടാ എന്തുവാടാ കോഴി മുട്ട ഇടുന്നത് പോലെ കിടന്ന് കാർപ്പിക്കുന്നേ? എടാ കൊച്ചർക്ക, നിനക്ക് ഇവരെ കണ്ടിട്ട് ലോലിപോപ്പ് ആയിട്ടാണ് ഇവിടെ തോന്നിയേ? അല്ല ഇത് ഗജിനിയുടെ കഥയല്ലേ, എല്ലാം മറന്നു പോകുന്നു എന്നിട്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. എടാ കള്ളത്താടി, ഈ പന പോലെ നിക്കണി മല പോലെ നിക്കണി ഇവരെ കണ്ടിട്ട് അവിടെ കൊച്ചെറുക്കലാന്ന് പറയണേ. എനിക്ക് കണ്ണുള്ളൂ. ഓ ഇതൊന്നും മറന്നിട്ടില്ലല്ലേ? അങ്ങനെ അപ്പൂപ്പൻ കഥ പറയും. എന്നാലും ഈ ഗാങ്സ്റ്റേഴ്സിന് എന്താണ് നൈറ്റ് ക്ലബിൽ കാര്യം? പാട്ട് കഴിയും. നരേന്റെ അനിയനൊക്കെ വന്നിട്ടല്ലോ. എന്നോട് പേര് അർജുന. நீங்க ரெஜினா மேடமோட ஃப்ரெண்ட் தானே? റെജീനയുടെ ഫ്രണ്ടാ? ആരാ റെജീന? எம்பசில ஒர்க் பண்ணிட்டு இருக்காங்களே. நான் அவளை உடனே பார்க்கணும். എന്നാ റെജീനയെ കാണാം. റെജീനയെ കാണാൻ പോകുമ്പോ റെജീന കണ്ണിലാണ്ട് തട്ടിപ്പോയി. நினைச்ச மாதிரியே மாட்டி நீங்க வந்திருக்கான். கன்ஃபார்மா என்ன கொண்டுடுவான். என்ன ஆனாலும் அவனை சும்மா விட்டாத அர்ஜுன். അത് ശരി, ലാപ്ടോപ്പിൽ എഴുതി വെക്കാൻ റെജീനയ്ക്ക് സമയം ഉണ്ടായി അവളെ കൊല്ലണതിന് മുമ്പ്. மார்ட்டின். ആരാണ് മാർട്ടിൻ? കില്ലാടി. കില്ലാടി. எனக்கு எதுவுமே ஞாபகம் இல்ல. ഇത് ഗജിനി ആണ്. ഗജിനി ഗജിനി ഗജിനി. எனக்கு இந்த நம்பர்ஸ் யாருன்னு தெரியல. എടാ ട്രൂ കോളറിൽ നോക്കടാ മണ്ട. அவன் இவங்களை எல்லாம் சாகடிக்கிறதுக்கு முன்னாடி நான் இந்தியாவுக்கு போயாகணும். നീ എങ്ങനെ പോവും? I want the best officers in the team. Yes sir. ഇതാരാ? My name is Preeti Kumar, a fiance. അർജുൻ ഇത്രയും ഭംഗിയുള്ള ഫിയാൻസിന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. സത്യമായിട്ടും வீடியோ கால் பண்றேன், இமிடியேட் அட்டெண்ட் பண்ணு. അതെന്തിനാ? நான் உன் ஃப்ரெண்ட் பரசுராம், ஐபிஎஸ் ஆபீசர். மார்ட்டினை பிடிக்கிறதுக்காக தான் நீ பாகிஸ்தானுக்கு போன അർജുൻ. അതായത് മാർട്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അർജുൻ പാകിസ്ഥാനിലേക്ക് പോയത്. എന്തിനാണ് മാർട്ടിനെ പിടിക്കുന്നത്? അത് പറ. 9535166936. ஏய், இது விவேகோட நம்பர். അത് സുപ്രിയയുടെ നമ്പറാ. ഞാൻ ട്രൂ കോളറിൽ നോക്കി മോളെ. அங்கிருந்து கிளம்பி மும்பைக்கு வந்துட்டு எனக்கு கால் பண்ண. நான் உன்னை மீட் பண்ணி ஆகணும். അവിടെ ജയിലിൽ നിന്ന് ചാടിയത പിന്നെ എങ്ങനെ വരാനാണ് നാട്ടിലേക്ക്? അങ്ങനെ 11 ബോട്ടിൽ കയറി ഇന്ത്യയിലേക്ക് വരും. ഈ ബോട്ടിന്റെ ഫ്രണ്ടില് പാകിസ്ഥാന്റെ കൊടി ഇങ്ങനെ വെച്ചേക്കുക. ഈ പാകിസ്ഥാന്റെ കൊടിയും കൊണ്ട് എങ്ങനെയാടാ ഇവൻ ഇന്ത്യൻ ബോർഡറിൽ കയറിയെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അതിപ്പോ പ്രീതിനെ കണ്ടിട്ട് ഓ ഹിമാലയ ഒരു മലയല്ലേ അവിടെ നിന്ന് ഇടിഞ്ഞു വീഴുന്നേ? മഞ്ഞുമല, മനുഷ്യനുമല, മഞ്ഞുമല ഇടിഞ്ഞു വീഴുന്നു. ഇത് ബാഹുബലിയല്ലേ? ഇത് ബാഹുബലി, തമന്ന, പ്രഭാസ് ഒരു വഞ്ചി കയറിയിട്ട് ഇങ്ങനെ പോണ സീൻ ഇവര് ബൈക്കിലാക്കി. അത്രേ ഉള്ളൂ. ഈശ്വരായി ജാതി.
ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. പെണ്ണ് സെറ്റ് ആവാത്തവര് വേഗം വണ്ടി എടുത്തുകൊണ്ട് ഹിമാലയത്തിലേക്ക് വിട്ടോ. അവിടെ വെച്ച് ഏതെങ്കിലും പെണ്ണിങ്ങനെ നടന്നുകൊണ്ടോ അവളെ രക്ഷിച്ചു കഴിഞ്ഞാൽ പെണ്ണ് സെറ്റ് ആവും. ഏത് കോൺടാക്ട് മീ ഫോർ ഗുഡ് ഐഡിയ മോർ ഐഡിയാസ്. தண்ணியாவது கொடுங்க தோட்டா குறைஞ்சிருவாங்களாம் மிக்ஸ் பண்ணி கொண்டு வந்துட்டாலோ. എടാ വെള്ളം ചോദിച്ചിട്ട് ചപ്പി കുടിക്കണോ ഊളെ. ദേശസ്നേഹം. മേക്കപ്പ് തുടക്കുന്നതാണോ ചേച്ചി? என் அப்பா ஆர்மி மேஜர் 4 வருஷத்துக்கு முன்னாடி இதே நாள் இதே இடத்துல ரிஸ்க் கும்பல அட்டாக் பண்ண போய் தேசத்துக்காக உயிர் தியாகம் பண்ணிட்டாரு. ഇത്രയും മഞ്ഞുമലയിൽ സ്വന്തം അച്ഛൻ മരിച്ച അതേ സ്പോട്ട് കറക്റ്റ് കണ്ടുപിടിച്ച ആ ചേച്ചിയാണ് എന്റെ ഹീറോ. നിങ്ങൾ കണ്ടുപിടിച്ചത് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടായ കഴിഞ്ഞ ദേശസ്നേഹം കോമഡി ആക്കുന്നോടാ. ஹே லுக் 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 அங்க எவ்வளவு பெரிய flag. അപ്പതാ പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ഫ്ലാഗ്. யாரோ border தாண்டி POK வரைக்கும் போய் நம்ம flag ஹாய்ஸ் பண்ணிருக்காங்க. ആണോ? യെസ് 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 ഭീകരനാണ് അവൻ. ആരായിരിക്കും നാട്ടിയത്? നിങ്ങൾ പറ, നീ പറ. അവനല്ലേ? അവൻ തന്നെ. ஹாப்பி சோல்ஜர்ஸ் டே. தேங்க்யூ. അത് പറയാൻ വേണ്ടി ഒരു പോലീസുകാരനെയും കുറെ പട്ടാളക്കാരെയും ഒരു പട്ടാളക്കാരനെയും കുറെ പട്ടാളക്കാരെയും കൂടെ അങ്ങോട്ട് വിട്ടേക്കുക. சோல்ஜர்ஸ் டே கரெக்டா ஞாபகம் வச்சுக்கிட்டு ஒவ்வொரு வருஷமும் தவறாம வந்து பார்டரையும் கிராஸ் பண்ணி ആ ബാക്കിൽ നിൽക്കണവൻ ആ പെങ്കൊച്ചിന് വായ നോക്കണ്. പട്ടാളക്കാരെ பிஓகே ஏரியால இறங்கி நம்ம நேஷனல் ஃபிளாகை ஹாய்ஸ் பண்ணி എന്നാലും ഈ മല ഇടിഞ്ഞ് വീണപ്പോ ഇവന്മാർ എവിടെ ഇരിക്കുന്നുണ്ടാവും? വല്ല മരത്തുമ്പോ കയറി ഇരിക്കുന്നുണ്ടാവോ? நம்ம நாட்டுக்காக உயிர் தியாகம் பண்ண எல்லா வீரர்களுக்கும் வீர அஞ்சலியை செலுத்திட்டு போற பார். ஐ ஆம் ரியலி ப்ரவுட் ஆஃப் யூ. ശരിടാ ശരി. flag வச்சீங்க ஓகே பட் POK ஏரியாக்கு போய் ஏன் வச்சீங்க? പാകിസ്ഥാൻ പട്ടാളക്കാർ മാങ്ങ പറിക്കാൻ പോകില്ല അവരുടെ ബോർഡറിൽ കയറുമ്പോ. തമാശ പറയാണ്ട് പോയട ചെക്ക. ഓ കൊള്ളാ. ലവ് അറ്റ് മഞ്ഞുമല. ஆள் சுலுக்கிச்சான்னு கேட்டேன். வலிக்குதா? നീ വല്ലാണ്ട് വലിക്കല്ലേ. റൊമാൻസ്. അന്തേരി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1. പാട്ട് കഴിയുമ്പോഴേക്കും ആലോചന കഴിഞ്ഞില്ല അവൻ മുംബൈയിലെത്തും. അവിടെ അവന് ഏറോ വെടിവെക്കാൻ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പൊ അവന്റെ കൂട്ടുകാരൻ പോലീസുകാരൻ വരും. പോത്താടാ ഇവൻ. വെടിയിൽ നിന്നും ജസ്റ്റ് എസ്കേപ്പ്. ഓ വെടിയുണ്ടാ. വിവേകിനെ രക്ഷിക്കാനാ? എടാ വിവേക് ആരാടാ? ഞാൻ ഗജനിയാടാ. എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ടാ? അത് ശരി കണ്ണു കളഞ്ഞ. ബോക്സിംഗിൽ ഇടിക്കാൻ പോണവനെ ആ റിങ്ങി കാരണം മുമ്പ് ഇവന്റെ ഫോൺ എടുത്തോന്ന്. എടാ നടക്കണ കാര്യം പറയടാ. കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാ ബാക്കി എല്ലാം കേട്ടു. നിന്നെ ഒരാൾ കൊല്ലാൻ വരാന്ന് മാത്രം അവൻ കേട്ടില്ല. ഇതാരീ ചേച്ചി ട്രൈപോഡും കൊണ്ടുവരണേ. ഷാർപ്പ് ഷർട്ടാ. അവിടെ ബൈക്കിൽ റേസിംഗ്, ഇവിടെ റിങ്ങിൽ ഇടി, ഇവിടെ തോക്കിൽ വെടി. എന്നാലും ഈ പെണ്ണത് ഇവിടെ നിന്ന് വെടിവെച്ച് അപ്പുറത്ത് 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ബിൽഡിംഗ് എന്നാ. കില്ലാടി തന്നെ. ഇവള് ഷാർപ്പ് ഷൂട്ടല്ല, ഇവള് ഐ ഷൂട്ടാണ്. ഐ ഷൂട്ടാ. വീട്ടരുത്, ഞങ്ങളെ വെറുതെ വിടരുത്. നിങ്ങൾ മതം കാണിച്ച് കൊല്ലണം. റിച്ച് ഗിഫ്റ്റ് കൂടെ വാങ്ങി വെച്ചിരുന്നു. ഈ കൊടുത്ത വെഡിങ്. വിവേകിന്റെ ഭാര്യ വിവേക് മരിച്ച ദിവസം അർജുനോട് വന്നിട്ട് അർജുന്റെ വെഡിങ്ങിന് കാർഡ് കൊടുത്തിട്ട് അർജുന് ഡ്രസ് എടുക്കണം എന്നൊക്കെ പറയണേ. അപ്പോഴാണ് അവന് മറ്റേ പെണ്ണിന് ഓർമ്മ വരുന്നത്. അങ്ങനെ അവനെ കണ്ടുപിടിച്ചില്ല. അവൻ വഴി പ്രീതിനെ കണ്ടുപിടിക്കും. അർജുൻ എനിക്ക് നീ ആരാന്ന് പോലും ഓർമ്മയില്ല. അപ്പോഴാണ് നിന്റെ ഫോൺ വിളിക്കാൻ പോണത്. പോയേടി. ശരി ഈ മാർട്ടിൻ ഇവിടെ വന്നാ എങ്ങനെയെങ്കിലും ഈ മുതലൊന്ന് കാണണമല്ലോ. ഒരു മാർട്ടിൻ ഉണ്ട്. ഒരു മാർട്ടിൻ തലവേദന. മാർട്ടിൻ വന്നാ. ഇതാണോ മാർട്ടിൻ? അയ്യേ. പ്രീതിനെ പുറത്തിറക്കി മാസ് കാണിക്കാൻ അർജുൻ. ഇവൻ എന്തിനാണ് ഒച്ചയെടുക്കുന്നത്? മാസ്ക് വെച്ചുകൊണ്ട് ഡിഫറെന്റ് ആയിട്ട് ആരും അറിയാണ്ട് നടന്നു വരുന്ന പൊട്ടന്മാരെയാണ് അത് വെക്കുമ്പോഴല്ല പെട്ടെന്ന് കണ്ടുപിടിക്കാം. പ്രീതി കാണാതുള്ള ഫൈറ്റ്, അടി ഇടി വെടി പിടി. മാർട്ടിൻ ആരാന്ന് പറഞ്ഞു കൊടുക്കണം അവന്. തേങ്ങ പൊട്ടിക്കാൻ ഇവന് വാക്കത്തി വേണ്ട, ഇവന്റെ തല മതി. തല ഇടിച്ചാ തേങ്ങ പൊട്ടും. ഞാൻ പറഞ്ഞില്ല ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ തലയാന്ന്. തലയിൽ തേങ്ങ ഇടിക്കുമ്പോ ഇവന് എന്തൊക്കെയോ ഓർമ്മ വരും.
അർജുൻ ബി ലൈക്ക് എന്ത് ആ ഉണ്ട എന്റെ നേരെയല്ലേ വരുന്നത്, മാറിക്കളയാം. പൊളി 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 പൊളി. അർജുൻ ബി ലൈക്ക് എടാ ഇവരൊക്കെ വീണല്ലോ, നിനക്ക് മാത്രം എന്താടാ വീണ? മോനെ മാസ് എന്ന് പറഞ്ഞാ പോരാ, പൊളി മാസ്. ഇതാരും ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വന്നേ? ഏതാ ഈ ചേച്ചി വായിച്ചത് ബാർക്കോടെ കടിച്ചു വന്നേ? ഇതാരും പുലിപ്പട്ടിയാ? ഇതെന്താ ഇങ്ങനെ? അർജുന യാറാ അർജുൻ? നീയല്ലേ അർജുൻ? ലവൻ ബി ലൈക്ക് എന്തിനാണോ എന്നെ വെടിവെക്കണേ നീ അർജുൻ അല്ലാന്ന് പറയാൻ? ശരി, കഥയിൽ ട്വിസ്റ്റ്. ഇവൻ അർജുൻ അല്ല, ഇവനാണ് മാർട്ടിൻ. ഡബിളാ ഡബിള്. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു, ഒരേപോലെ ഇരിക്കും. நீ கோமாக்கு போய் 15 days ஆயிடுச்சு. കോമയല്ല, കുത്തിലാവും. இது வரைக்கும் நான் தான் உனக்கு ட்ரீட்மெண்ட் கொடுத்துட்டு இருக்கேன். അർജുൻ ബി ലൈക്ക് നീ MBBS ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ട് നീ ചികിത്സിക്കണം. நான் ஷூட் பண்ணது 0.9 mm புல்லட் அவனோட ரைட் சைடு செஸ்ட்ல பட்டது. ஹார்ட்ல இருந்து 6 cm தூரமா பட்டிருக்கன. 100% he will be alive. ശരി, അടിവന് പ്രാന്താടാ. നിനക്ക് അതാ ഹാർട്ടിലേക്ക് വെച്ച് അവൻ ചത്തുപോയല്ലടാ പൊന്നുമോനെ. Look, if someone is not loyal, then Martin is very cruel. എന്റെ മേലെ പോയി സംശയം എന്ന് വെച്ചാൽ ഇവന്റെ തൊണ്ടയിൽ ആംപ്ലിഫയർ വെച്ചിട്ടുണ്ടോ? എന്തിനിങ്ങനെ ബാസിൽ സംസാരിക്കുന്നത്? വല്ലാത്ത കോപ്പിന്നെ പറഞ്ഞു നാക്കിങ്ങോട്ട് മുറിച്ചളയത്. நீ சாப்பிட்டியா மேடி? நீங்க பாகிஸ்தான் போயிருந்த 15 நாளா இவ எதுவுமே சாப்பிடல மாட்டீங்க. പട്ടിക്ക് ജാതി സ്നേഹം. அது இல்லாதவங்களுக்கு ரெட்ட நாக்கு. அது എന്താ പട്ടി കഴിക്കണേ? അതായിരിക്കില്ല. செய்யாம விட மாட்டேன். അയ്യേ, പട്ടിയായിട്ട് ലിപ്പിലൊക്കെ ഓടാ. വെറുതെ ഇവൻ പട്ടിയുടെ പോലെ ഇങ്ങനെ മുറുകണേ. പട്ടിയായിട്ടൊക്കെ വിട്ട് 20 days മുമ്പ് ഒരു ചേസിങ് ജസ്റ്റ് സ്കിൻ. ഒട്ടും ജോക്കല്ല. പെണ്ണുബിയിലേക്ക് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. നോക്കി ഓടിക്കണം വണ്ടി. പ്രേമ പതുക്കെ പോടാ. ഇത് ഏതൊക്കെ വഴിയാണോ നീ എന്നെ കൊണ്ടോണം? എന്റെ ഇവിടെ ഇറക്കടാ, എന്നെ കൊല്ലല്ലടാ. ഞാൻ ലൈഫ് ഇൻഷുറൻസ് പോലും എടുത്തിട്ടില്ല. നിനക്ക് ഭ്രാന്താണോ നീ? ഇതാരാ? സീൻ തന്നെ. நீ மேங்களூர் ஹார்பர்ல கஸ்டம்ஸ் ஆபீசரா இருந்தப்போ என்னோட ஷிப்மெண்ட் வந்துச்சு. മാർട്ടിൻ ബി ലൈക്ക് കസ്റ്റംസ് ഓഫീസറാ? ഞാനാ? പോടാ, തനിക്ക് ആള് തെറ്റിയിരിക്കും. അതായത് അർജുൻ എന്ന് പറഞ്ഞ കസ്റ്റംസ് ഓഫീസർ ഈ പറയുന്ന പുള്ളിയുടെ എന്തോ കണ്ടെയ്നേഴ്സ് പിടിച്ചു വെച്ചു. അതിന്റെ പ്രതികാരമായിട്ടാണ് പുള്ളി ഈ മാർട്ടിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ നോക്കിയത്. മനസ്സിലായല്ലോ? വല്ലാണ്ട് കൂടുതൽ ഡെക്കറേഷന്റെ ആവശ്യമില്ല. കുറച്ച് കണ്ടെയ്നേഴ്സിൽ കുറച്ച് മരുന്ന് അവിടെ ഇരിക്കുന്നത്, അത്രേ ഉള്ളൂ. 12,000 crores. അപ്പൊ മാർട്ടിൻ പറയും കണ്ടെയ്നേഴ്സ് അല്ലേ, ഞാൻ ഏറ്റു, ഞാൻ സെറ്റ് ചെയ്ത് തരാം, പൈസ കിട്ടും. The strict officer ஒரு வீடியோ கால் பண்ணு. ഈ വില്ലൻ ഫോൺ വിളിക്കുമ്പോ തന്നെ എടുക്കാതിരിക്കാനുള്ള കസ്റ്റംസ് ഓഫീസർ അർജുനെ. എനിക്ക് വേറെ പണിയൊന്നുമില്ല. കഷ്ടം. അങ്ങനെ സാധനം ഞാൻ ഇറക്കി തരാമെന്ന് ഡീൽ ചെയ്തിട്ട് പിന്നെ മാർട്ടിന്റെ ഇൻട്രോസ് ആവും. എന്തൊക്കെ അഭ്യാസങ്ങളായി ചെറുക്കൻ കാണിക്കുന്നേ. എന്നാലും എന്നെ കാണാനായിട്ട് എന്തൊക്കെ അഭ്യാസങ്ങളായി ചെറുക്കൻ കാണിക്കുന്നേ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴത്തെ സ്റ്റോറിയാണ് കാണിക്കുന്നത്. അതായത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് വഴി നമ്മുടെ അർജുനും മാർട്ടിനും രണ്ടാളാന്ന് തെളിയിച്ചിട്ട് അർജുൻ ഫ്ലൈറ്റ് കയറി നാട്ടിലേക്ക് വരും. ഫ്ലൈറ്റ് കയറാനിരിക്കുമ്പോ അർജുൻ ഇങ്ങനെ ആലോചിക്കും കഥ, ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. മാർട്ടിൻ മറ്റേ കണ്ടെയ്നേഴ്സ് ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അർജുന്റെ ഡ്രസ് ഇട്ട് സ്റ്റേഷനിൽ വന്നിട്ട് മറ്റവന്മാരെയൊക്കെ വെള്ളത്തിൽ കണ്ണിൽ വെടിവെച്ച് കൊല്ലും. ഇതിന്റെ പണി അർജുന് കിട്ടും. സോ സിമ്പിൾ. ഇനിമേ ഉൻ ലൈഫിൽ യു ആർ യൂസ്ലെസ്, ജോബ്ലെസ്, ഹോപ്പ്ലെസ്, പർപ്പസ്ലെസ് ആൻഡ് പവർലെസ് ആൻഡ് യു ആർ ടോട്ടലി സീറോ. ആ സമയത്ത് മാർട്ടിൻ അർജുനെ വിളിച്ചിട്ട് കുറെ പട്ടിഷോ. ഇത് കേട്ട് അർജുന് സഹിക്കാണ്ട് അർജുൻ ജയിലിൽ. பாகிஸ்தான்ல அந்த மார்ட்டின் எந்த இடத்துல இருக்கான்? മാർട്ടിന്റെ അസിസ്റ്റന്റിനെ പിടിച്ചിട്ട് അതുവഴി മാർട്ടിൻ പാകിസ്ഥാനിലുണ്ടെന്ന് അറിഞ്ഞ ഇവൻ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകും. മണ്ടൻ. இந்த ஆபரேஷன்ல ஏதாவது ப்ராப்ளம் ஆச்சுன்னா ஒரு சில நம்பர்ஸ்க்கு இன்ஃபர்மேஷன் கொடுக்க வேண்டியது. അങ്ങനെയാണ് നമ്മുടെ പാവം മറ്റേ പെൺകൊച്ചൊക്കെ മരിച്ചത്. लॉलीपॉप क्या या क्या? हाँ,
അവിടെ ചെന്നാൽ അവന് മറ്റേ പയ്യൻ ലോലിപോപ്പ് തരാന്നും പറഞ്ഞ് തോക്ക് വാങ്ങുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ஆனா ஓசாவு அர்ஜுன் கையால் മരിക്കാൻ പോകുമ്പോഴും മാസ്റ്റർ ഡയലോഗ് പറയുന്ന രജീനയാണ് എന്റെ ഹീറോ. Yes, you ഈ സമയം മാർട്ടിൻ റജീനയുടെ വീട്ടിൽ വന്ന് റജീനയെ കൊല്ലും. fortunately news channel തൊക്ക മാട്ടിട്ടാ. ന്യൂസ് കാണുന്ന ഗുണ്ടകളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷെ നമ്മുടെ മാർട്ടിനാണ് ആ ഹീറോ. അർജുൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയത്, എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയത് മാർട്ടിൻ ന്യൂസ് ചാനലിൽ കൊണ്ടിട്ടാണ് മനസ്സിലാക്കിയതും ആ കാറിന്റെ നമ്പർ നോട്ട് ചെയ്ത് റജീനയുടെ അടുത്തേക്കാണ് വന്നതെന്ന് മനസ്സിലാക്കിയതും. ബ്രില്യന്റ്. റജീന പറഞ്ഞതനുസരിച്ച് അർജുൻ മാർട്ടിനെ പിടിക്കാൻ വേണ്ടി ഗാങ്സ്റ്റേഴ്സിന്റെ ഹെൽപ്പ് ചോദിക്കാൻ പോകുമ്പോൾ മാർട്ടിൻ അവിടെ വന്ന് വെടിവെക്കും. ഈ വെടിയാണ് നമ്മൾ സിനിമ തുടങ്ങിയപ്പോൾ കണ്ട വെടി. പിന്നെ അവിടെ വെച്ച് അർജുനും മാർട്ടിനും കൂടി ഇടിയോടിടി. അർജുൻ തലേ നടക്കണം പന്നി. ഓൾറെഡി அந்த ബുള്ളറ്റ് இந்த ഗണ്ണിൽ ഇരിക്കടാ. ലാസ്റ്റ് പശുവിന്റെ പോലെ അർജുന്റെ കഴുത്തിൽ കയറിട്ടിട്ട് പുള്ളി ഇങ്ങനെ നിൽക്കുമ്പോ അർജുൻ കാലുമേന്ന് തോക്കെടുത്തിട്ട് ഇവനങ്ങോട്ട് വെടിവെക്കും. ആ ബെസ്റ്റ് 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 ബെസ്റ്റ്. പക്ഷേ മാർട്ടിൻ എന്ത് ചെയ്യും? കയറും പിടിച്ച് താഴേക്ക് ചാടും. അപ്പൊ അർജുന്റെ കഴുത്തിൽ കയർ കുടുങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അവൻ അവിടെ നിന്ന് പിന്നെയും ചാടും. എടാ ഇവനെന്താ CID മൂസല ഹരിസ് ശോകന്? എടാ ഇവനെന്താടാ ഇങ്ങനെ? ഇനി നമുക്ക് ഇപ്പോഴത്തെ കഥ കാണാം. ഹലോ അർജുനിയെ. ഒറിജിനൽ അർജുൻ ഇന്ത്യയിൽ എത്തി പ്രീതിനെ വിളിക്കുമ്പോ ഒറിജിനൽ അല്ലാത്ത മാർട്ടിൻ ഫോൺ എടുക്കുന്നു. സത്യ സത്യ എതുക്കും ഭയപ്പെടാതെ ഞാൻ വന്നിട്ടേ ഇരിക്കാൻ. ഓക്സിജൻ മാസ്ക് ഊരി വെക്കുമ്പോഴാണോ അതിന്റെ ഞാൻ രക്ഷിച്ചോളാന്ന് പറയുന്നത്? ഊഫ് കില്ലാടി ഹെലികോപ്റ്ററിൽ വന്ന് രക്ഷപ്പെട്ടു. ചെയ്തു വഴി പോയി ജനൽ വഴിയാ. അങ്ങനെ പ്രീതിനെ കൊണ്ട് ഒരു കപ്പലിലേക്ക് പോകും. ഈ പെണ്ണിന് തലയിൽ വെളിവില്ലടാ. നമ്മുടെ ഫോട്ടോഷൂട്ട് ഇവിടെ നടത്താനാണോ ചേട്ടാ? ആ ഷൂട്ട് തന്നെ ഗണ്ണ് മോളെ. ഉങ്ക പേരേ വരാതെ മാറി ഞാൻ പാത്തുக்கிறேன். I will take the responsibility. ഈ സമയത്ത് സസ്പെൻഷനിലായി ഒറിജിനൽ അർജുൻ യൂണിഫോം ഇട്ടുണ്ട്. മറ്റേ ജയിലിൽ ചാടി ഓഫീസറുടെ അടുത്ത് ചെന്നിട്ട് പറയാണ് നമുക്ക് ആ കണ്ടെയ്നർ ഒക്കെ കത്തിക്കാം. അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ മരുന്നൊക്കെ ഇന്ത്യയിൽ ഇറങ്ങി എല്ലാവർക്കും അസുഖമാവും സീനാവും. അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ കത്തിച്ചളയാ സാറേ എന്ന് പറയും. Take care of yourself. സാർ ആദ്യം പറയും അത് ഒഫീഷ്യലി പറ്റില്ല, അൺഒഫീഷ്യലി വേണമെങ്കിൽ നീ ചെയ്തു എന്ന് പറഞ്ഞ് പെർമിഷൻ കൊടുക്കും. അർജുൻ இந்த Dress நல்லா இருக்கா? Subordinates. നല്ല ഇറക്കും നല്ല ഇറക്കും നല്ല ഇറക്കും നല്ല സൂപ്പർ ഇറക്കും. ഗാങ്സ്റ്റർ ടീം ഫോട്ടോഷൂട്ട്. பயந்துட்டேன். ഊഫ് സൂപ്പർ. ഒരു പൊണ്ണു കിടച്ച ഉന്ന പൊറിക്ക് മാറി അഡ്വാൻറ്റേജ് എടുത്തുக்கிற ക്യാരക്ടർ എന്നതല്ല. ജെന്റിൽമാൻ മാർട്ടിൻ. ഇങ്ങനത്തെ ഗുണ്ടേനൊക്കെ എവിടെയെങ്കിലും കിട്ടും എന്റെ പോലും മോനെ. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. പൂജ பண்றதுக்கு தான் டைம் இல்ல. அட்லீஸ்ட் இந்த பொண்ணுங்களுக்கு மரியாதை கொடுக்க மறக்கலாமா? സോറി കേള് കേടാ സോറി. കഴിഞ്ഞ ഇവിടെ പാകിസ്ഥാനിലെ പെണ്ണിനെ വെടി വെച്ച് വന്നിട്ട് ചുണ്ട് പിടിച്ച് ഇങ്ങനെ കാണിച്ചവനാണ്. ഇപ്പൊ കസ്റ്റംസ്. ഈ സമയത്ത് മാർട്ടിൻ അർജുന് ഫോട്ടോ വെച്ച് കൊടുത്തിട്ട് പറയും നീ നിന്റെ കണ്ടെയ്നർ എനിക്ക് തന്നില്ലെങ്കിൽ പ്രീതിനെ ഞാൻ തട്ടും. அந்த கண்டெய்னர்ஸ் வெளிய போச்சுன்னா லட்சக்கணக்கான ஜனங்க செத்துருவாங்க. எனக்கு பிரீத்தி உயிர் முக்கியமா ஜனங்க உயிர் முக்கியமான்னு கேட்டா எனக்கு ஜனங்க உயிர் தான் முக்கியம். അപ്പൊ അർജുൻ എന്ത് പറയും? പ്രീതിനെ നീ തട്ടിക്കോ, എനിക്ക് ദേശമാണ് വലുത്. So just kill her. And one more thing. ഗേൾഫ്രണ്ടിനെക്കാൾ വലുതായി മക്കളെ സ്നേഹിച്ച അർജുനാണ് എന്റെ ഹീറോ. 20 ബൈക്സ്ல நம்ம ടീം അറ്റാക്ക് பண்ணுவாங்க. ഈ സമയത്ത് മറ്റേ കണ്ടെയ്നേഴ്സിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള മറ്റേ വലിയ ഹൈറ്റ് ഉള്ള ഒരു പുള്ളിയില്ലേ, അയാൾ ഒരു പ്ലാൻ ഇടും. അതായത് അർജുൻ കണ്ടെയ്നറും കൊണ്ട് കത്തിക്കാൻ കൊണ്ടുപോകുമ്പോ നമുക്ക് ബൈക്കിൽ ചെന്നത് കണ്ടുപിടിക്കാം. Hello Arjun, is everything okay? No sir. ചിന്നാടന്റെ കാലാപ്പാരിയുടെ മുമ്പിൽ ദിലീപേട്ടൻ വണ്ടി ഓടിച്ചതുപോലെ അർജുൻ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോ ബൈക്ക് വരുന്നതാണ്. അപ്പൊ അർജുൻ വണ്ടി തിരിച്ചിട്ട് ഈ ബൈക്കിനെ അങ്ങോട്ട് കൊണ്ട് ഇടിച്ചിടും. എന്തൊക്കെ കാണുന്ന ഒരു ദിവസം കടന്നു പോണെങ്കിൽ. പിന്നെ കുറെ ഇടി വെടി പിടി മലത്തിയടിക്കൽ എല്ലാം കഴിഞ്ഞ എല്ലാ വണ്ടീനെയും ഇടിച്ചിട്ട് അർജുൻ പിന്നെയും കണ്ടെയ്നറിന്റെ ഫ്രണ്ടിലെത്തും. പ്ലാൻ ബി. അങ്ങനെയാണെങ്കിൽ ഈ പ്ലാൻ ചീറ്റി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ ബി ഉണ്ടെന്ന് മറ്റേ പുള്ളി പറയും. എടാ പൊട്ട, എന്നാ പിന്നെ ബൈക്കാരുടെ കൂടെ കാറുകാരെ പറഞ്ഞു വിട്ടാ പോരാടാ, താൻ എവിടത്തെ ബിസിനസ്സുകാരനാണോ? അങ്ങനെ വണ്ടിയൊക്കെ വന്ന് അർജുനെ ലോക്ക് ചെയ്യും. ഇനി നമ്മുടെ അർജുൻ എന്ത് ചെയ്യും? അതാരപ്പ വേണ്ടി വെച്ചത്? മാർട്ടിനാ? ഓ വേറൊന്നുമില്ല, അവന് മറ്റേ പൈസ കൊടുക്കാണ്ട് അവനെ ചതിച്ച് കണ്ടെയ്നർ അടിച്ചു മാറ്റാൻ ശ്രമിച്ചതിനുള്ള പ്രതികാരമായിരിക്കും. ഇവൻ ടാങ്കർ ഉണ്ടല്ല, മരുഭൂമിയിൽ ടാങ്കർ റേസിംഗ് കാർ ഓടിക്കുന്ന പോലെ അവിടെ കിടന്ന് ഓടിക്കും. ഓ തെറിച്ച് പോണ കാഴ്ച കണ്ട പറന്ന് പോവാ അവിടെ. പിന്നെ അവിടെ എന്താ നടന്നതെന്നോ?
കൊല്ലല്ലേ എന്നെ, ആരെങ്കിലും ഒന്ന് സ്കിപ്പ് അടിച്ചു വിട്. ലാസ്റ്റ് എല്ലാ വണ്ടിയും ഇടിച്ച് തകർത്ത ശേഷം അർജുന്റെ വണ്ടിക്ക് നേരെ പീരങ്കി വിടും. അർജുൻ അവിടുന്ന് ചോടി രക്ഷ. ഇനി പീരങ്കിലും ഉണ്ടില്ലാട്ടെ, ഹാൻഡ് ഫൈറ്റ് ആണ്. അതാണല്ലോ ഹീറോയിസം. അർജുനും മാർട്ടിനും ഹനുമാനാ പറന്ന് കളിക്കാൻ. കറക്കിയടി, മലത്തിയടി, ടയർ കറക്കിയടി, ജീപ്പ് കറക്കിയടി, പിന്നെ വണ്ടിയിൽ തട്ടി കഴിഞ്ഞാൽ തോക്ക് കിട്ടും. പൊളി പൊളി പൊളി. എടാ എന്താണ് ഇവിടെ നടക്കുന്നത്? കുരുക്ഷേത്ര യുദ്ധഭൂമിയാ. പിന്നെ ഒരു വെടി. പിന്നെ കാണിക്കുന്നത് അർജുന്റെ യൂണിഫോം ഇട്ട ആൾക്ക് പതക്കം കിട്ടുന്നു. എന്തിന്? മാർട്ടിനെ കൊന്നതിന്. ലാസ്റ്റ് വെടി വെച്ചത് മാർട്ടിനായിരുന്നു കേട്ടാ. ഇത് ഡോൺ സിനിമയല്ലേ? അങ്ങനെ വിചാരിക്കുമ്പോൾ അവിടെ തട്ടി. ഇവനിപ്പോ എന്തിനു ഇവിടെ വന്നേ? ഇവൻ രജനീകാന്ത് ആവാൻ നോക്കണതാണ്. യോ എന്തോരം പൈസയാ. അതായത് ഉത്തമ, മറ്റേ പുള്ളി പൈസ കൊടുക്കും കണ്ടെയ്നേഴ്സ് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവൻ പൈസ എടുത്തുകൊണ്ട് മറ്റേ ചേച്ചിയുടെ ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് പറഞ്ഞു വിടും. ഈ ചേച്ചി എന്നാലും ആ വീടെത്തണവരെ അതിന്റെ മുകളിൽ ബാലൻസ് നിൽക്കാവോ? അപ്പൊ മാർട്ടിൻ അർജുനോട് പറയും, അർജുനെ എനിക്ക് വേണ്ടത് പൈസ, നിന്റെ ഇല്ലാത്തതും പൈസ. എനിക്ക് എന്റെ പൈസ കിട്ടി. കണ്ടെയ്നർ നീ എടുത്തോ, പകരം നമുക്ക് ഇവനെ കൊന്നാലോ? അർജുൻ എങ്ങനെ? അതായത് ഉത്തമ, ഞാനാന്ന് പറഞ്ഞു നീ അവനെ കൊല്ലണം, എന്നിട്ട് അവൻ മാർട്ടിനാന്ന് പറഞ്ഞിട്ട് നീ പതക്കം വാങ്ങിക്കണം. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും പൈസ കൊണ്ട്. എങ്ങനെയുണ്ട് ബുദ്ധി? ഇപ്പൊ എന്താണ് മാർട്ടിൻ ഇയാൾക്കെതിരെ തിരിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ പണ്ട് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ ഇവൻ പാകിസ്ഥാനിൽ ആശുപത്രി കിടന്നപ്പോ കഴുത്തിൽ ഇഞ്ചക്ഷൻ വെച്ചതും മറ്റേ കണ്ടെയ്നർ കൊടുക്കാണ്ട് പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞതും നമ്മുടെ മാർട്ടിൻ അറിഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞ് തിരിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിച്ചത്. മാർട്ടിൻ നല്ലവനായിരുന്നു ഗൈസ്, നല്ലവൻ. അതായത് ഈ ഹൈറ്റിലുള്ള ഈ വെള്ളക്കാരനുണ്ടല്ല, ഇവൻ ഈ കണ്ടെയ്നറിൽ കൂടെ കടത്തുന്നത് മാരകായുധങ്ങളാണ്. ഇവൻ ടെററിസ്റ്റ് ആണ്. ഇവന്റെ ഫ്രണ്ട്, അതായത് അർജുന്റെ ഫ്രണ്ട് വിവേകും റെജീനയും മറ്റു മരിച്ച ചെറുക്കനും ഇവന്റെ ഫ്രണ്ട്സ് ആണ്. ഇവരെല്ലാവരും കൂടി ഇന്ത്യയെ ഒരു ടെററിസ്റ്റ് നഗരമാക്കാൻ ശ്രമിക്കുന്നത് മാർട്ടിൻ സമ്മതിക്കില്ല. മാർട്ടിൻ നന്മമരമായി ഗൈസ്. മാർട്ടിൻ ഇവരെയൊക്കെ കൊന്നു. ഇപ്പോൾ കഥ സോൾവ് ആയില്ലേ? അങ്ങനെ മാർട്ടിൻ സൂപ്പർ ആവുന്നു. ദേശദ്രോഹിയെ കൊല്ലാൻ മാർട്ടിൻ വെടിവെക്കും. എന്നിട്ട് തോക്ക് അർജുന് കൊടുക്കും. അർജുൻ വെടിവെക്കും. അർജുൻ ലൈക്ക്, ഇവൻ ഇതൊക്കെ അറിയായിരുന്നെങ്കിൽ, ഇങ്ങനെയാണ് ഇവന്റെ പ്ലാൻ എങ്കിൽ ഇവൻ എന്തിനാണ് എന്നെ ഇത്ര നേരം പിടിച്ചത്? അങ്ങനെ മരുന്നുകൾ നശിപ്പിച്ച് ടെററിസ്റ്റിനെ കൊന്ന് ഇന്ത്യയെ മരുന്ന് രഹിത ടെററിസ്റ്റ് രഹിത ഇന്ത്യയാക്കി നമ്മുടെ ഗാങ്സ്റ്റർ മാർട്ടിൻ മാതൃകയാവുകയാണ് സുഹൃത്തുക്കളെ. വധം ഇവിടെ കൊണ്ട് തീർന്നുവെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. പാർട്ട് 2 ലോഡിംഗ്. മൊട്ട ബോസ് രജനിയുടെ ശിവാജി സിനിമയിലെ ക്യാരക്ടർ നിങ്ങൾക്ക് തോന്നുമെങ്കിലും അങ്ങനെയല്ല. ഇതിന്റെ പാർട്ട് 2 വേണ്ടിയിട്ടുള്ള ലീഡാണ്. റൈനോന് എന്തോ മാരകമായിട്ട് ഇവർ KGF പോലെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും റൈനോ ഇറങ്ങട്ടെ. എന്റെ പൊന്ന് അർജുൻ അണ്ണാ, കിങ് അണ്ണാ, ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതല്ലേ അണ്ണാ, സ്ക്രിപ്റ്റ് എഴുതിക്കോ. ഈ വധം ഇത്തിരി കുറക്കി. ഇത് ഒറ്റ നോട്ടത്തില് നമ്മൾ കണ്ട സ്ക്രിപ്റ്റ് ആണെങ്കിലും ഈ വധം കാരണമാണ് ഈ സിനിമയ്ക്ക് ഇത്ര ട്രോൾ കിട്ടിയത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്തുകൊണ്ടാണെന്ന് എഴുതി അറിയിക്കുമല്ലോ. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ഞായറാഴ്ച കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ഞാൻ പോകുന്നു. രജനീകാന്തിന്റെ ശിവാജി സിനിമയിലെ ക്യാരക്ടറാണ് മൊട്ട ബോസ്.